നമ്മളിൽ പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും നേടണമെങ്കിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കണം, അല്ലേ? ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു വലിയ ഓർഡർ. പക്ഷെ ശരിക്കും വലിയ വിജയകഥകൾ തുടങ്ങുന്നത് അങ്ങനെയാണോ? അല്ല. അത് തുടങ്ങുന്നത് വളരെ ചെറിയ, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത, പക്ഷെ എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്ന ഒരു ശരിയിൽ നിന്നാണ്. അങ്ങനെ ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അതെ, ഇത് രാജുവിന്റെ കഥയാണ്. കഴിവുണ്ടായിട്ടും വഴിതെറ്റിപ്പോയ ഒരു സെയിൽസ്മാന്റെ കഥ. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് ഈ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ഒരു തിരക്കേറിയ ലോകത്തായിരുന്നു രാജു ജോലി ചെയ്തിരുന്നത്. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു എതിരാളിയോ മാർക്കറ്റോ ആയിരുന്നില്ല, അത് അവന്റെ ഉള്ളിൽ തന്നെയായിരുന്നു: അച്ചടക്കമില്ലായ്മ. എന്നാൽ ലളിതമായ ഒരു സിസ്റ്റം എങ്ങനെയാണ് അവന്റെ കരിയർ മാത്രമല്ല ജീവിതം തന്നെ മാറ്റിമറിച്ചതെന്ന് നമുക്ക് കാണാം. ശരി, അപ്പം നമുക്ക് രാജു ജോലി ചെയ്യുന്ന ലോകത്തേക്കൊന്ന് പോയി നോക്കാം. ചിപ്സും ബിസ്ക്കറ്റുമൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. ഓർക്കണം, ഇവിടെ ആരും ലിസ്റ്റും എഴുതി സാധനം വാങ്ങാൻ വരുന്നവരല്ല. കടയിൽ കയറുമ്പോൾ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം കാണുന്നു, ഒരു നിമിഷം ആലോചിക്കുന്നു, വാങ്ങി പോക്കറ്റിലിടുന്നു. ഇതിനെയാണ് ഇംപൾസ് ബൈയിങ് എന്ന് പറയുന്നത്. ഈ കളിയിൽ ജയിക്കാൻ ഒന്നേ വേണ്ടൂ: വേഗത. രാവിലെ കട തുറന്ന് കയ്യിൽ പണമുമായി നിൽക്കുന്ന കടക്കാരന്റെ അടുത്ത് ആദ്യം എത്തുന്നവൻ ആ ദിവസത്തെ കളി ജയിക്കും. അപ്പോ ഇവിടെയായിരുന്നു രാജുവിനെ കാര്യമായി പിഴച്ചത്. മാർക്കറ്റിലെ ആ ഗോൾഡൻ വേഴ്സ്, അതായത് രാവിലെ 9 മണി മുതൽ 12 മണി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവന് പൂർണ്ണമായും നഷ്ടമായിരുന്നു. അവൻ തന്റെ ബൈക്കിൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും എന്താ സംഭവിക്കുക? കടക്കാർ അവരുടെ ആദ്യത്തെ ഓർഡറുകളൊക്കെ കൊടുത്ത് കയ്യിലെ പണം തീർന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു വാചകം മതി അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. അവനൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ എതിരാളി കമ്പനികളുടെ സെയിൽസ്മാൻമാർ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോകുന്നു. അവർ ഓർഡർ എടുത്തു, പുതിയ സാധനങ്ങൾ പരിചയപ്പെടുത്തി, കടയിലെ ഏറ്റവും നന്നായി കാണുന്ന ഷെൽഫുകളിൽ അവരുടെ സാധനങ്ങൾ നിറച്ചു കഴിഞ്ഞു. രാജു തുടങ്ങുമ്പോഴേക്കും കളി കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ വൈകി വരുന്നത് ഒരു പ്രശ്നത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. അതൊരു രോഗലക്ഷണമായിരുന്നു എന്ന് പറയാം. ആ ഒരൊറ്റ ശരികേട് ഒരു ചങ്ങല പോലെ മറ്റു പല പ്രശ്നങ്ങളെയും അവനിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു. ഇതിനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയാം. അതായത് ഒന്നിനു പുറകെ ഒന്നായി താഴോട്ടു വലിക്കുന്ന ഒരു ചുഴി. നോക്കൂ, രാജു വൈകിയെത്തുന്നു. അതുകൊണ്ട് കടക്കാർക്ക് അവന് വിശ്വാസമില്ലാതാകുന്നു. ഇവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, ആദ്യം വരുന്നവന് ഓർഡർ കൊടുക്കാം എന്നവർ തീരുമാനിക്കുന്നു. ഇതാർക്കാണ് ഗുണം? എതിരാളികൾക്ക്. അവർക്ക് മാർക്കറ്റിൽ കൂടുതൽ സ്ഥലം കിട്ടുന്നു. വിൽപ്പന കുറയുമ്പോൾ രാജുവിന്റെ കോൺഫിഡൻസ് പോകുന്നു. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന തോന്നൽ വരുന്നു. അതിന്റെ ഫലമാ അവൻ പിന്നെയും ജോലിക്ക് വരാൻ മടിക്കുന്നു, കൂടുതൽ അവധിയെടുക്കുന്നു. ആ ചുഴി അവനെ കൂടുതൽ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവന്റെ റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാം, എല്ലാ മാസവും കുറഞ്ഞത് 4 ദിവസം അവൻ ജോലിക്ക് വന്നിരുന്നില്ല. കേൾക്കുമ്പോൾ 4 ദിവസം അത്ര വലിയ കാര്യമല്ലെന്ന് തോന്നാമല്ലേ? പക്ഷേ FMCG പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നൊരു മാർക്കറ്റിൽ നിങ്ങൾ 4 ദിവസം മാറി നിന്നാൽ നിങ്ങളുടെ എതിരാളിക്ക് 4 സുവർണാവസരങ്ങളാണ് നിങ്ങൾ സമ്മാനിക്കുന്നത്. അവന്റെ മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു DMS, അതായത് ഡിസ്ട്രിബ്യൂട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ എൻട്രി. ദിവസം മുഴുവൻ എടുത്ത ഓർഡറുകൾ രാത്രിയിൽ വീട്ടിൽ പോയിരുന്ന് ഒരുമിച്ചാണ് അവൻ സിസ്റ്റത്തിൽ കയറ്റിയിരുന്നത്. ഇതുകൊണ്ട് കമ്പനിക്ക് എന്തു പറ്റുന്നറിയോ? പിറ്റേ ദിവസത്തേക്ക് എത്ര സ്റ്റോക്ക് വേണം, ഡെലിവറി വണ്ടി എങ്ങനെ ലോഡ് ചെയ്യണം എന്നൊന്നും അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ സപ്ലൈ ചെയിൻ മുഴുവൻ ഇരുട്ടിൽ തപ്പുന്നതുപോലെയായി. പോരാത്തതിന് അവൻ ശരിക്കും കടകളിൽ പോയിരുന്നോ അതോ വീട്ടിലിരുന്നോ ഓർഡർ അടിക്കുകയാണോ എന്ന സംശയവും ഇത് മാനേജ്മെന്റിൽ ഉണ്ടാക്കി. ഒരു സെയിൽസ്മാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബീറ്റ് എന്നാൽ അയാൾ ഒരു ദിവസം പോകേണ്ട കടകളുടെ ലിസ്റ്റാണ്. രാജു തന്റെ ബീറ്റിലുള്ള എല്ലാ കടകളിലും പോയിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അവൻ പോകാത്ത കടകൾ അവന്റെ എതിരാളികൾക്ക് കളിക്കാനായി തുറന്നുകൊടുത്ത ഒരു ഗ്രൗണ്ട് പോലെയായി. അവിടെ അവർ അവരുടെ ബിസിനസ് വളർത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ വിളി വന്നു. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. കടക്കാരുടെ പരാതികൾ കൂടി. രാജുവിനെ അവന്റെ സൂപ്പർവൈസർ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ആ മീറ്റിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: തീർന്നു, എന്റെ ജോലി പോയി. അവൻ പേടിച്ചത് തന്നെയാണോ സംഭവിച്ചത്? അതോ ആ മീറ്റിംഗ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിതിരിവായി മാറുകയായിരുന്നോ? മീറ്റിംഗ് റൂമിൽ വെച്ച് സൂപ്പർവൈസർ പറഞ്ഞ ആ ഒരു വാചകം രാജുവിനെ ശരിക്കും ഞെട്ടിച്ചു. അദ്ദേഹം അവനെ കുറ്റപ്പെടുത്തിയില്ല, നീ ഒരു മോശം സെയിൽസ്മാനാണ് എന്ന് പറഞ്ഞില്ല. പകരം അദ്ദേഹം ആ പ്രശ്നത്തെ രാജുവിൽ നിന്ന് വേർപെടുത്തി. നീ ജോലി ചെയ്യുന്ന രീതിയാണ് പ്രശ്നം, നിന്റെ സിസ്റ്റമാണ് തെറ്റ് എന്ന് പറഞ്ഞു.
ഇത് വലിയൊരു മാറ്റമാണുണ്ടാക്കിയത്. കാരണം അതോടെ അതൊരു വ്യക്തിപരമായ പരാജയമല്ല, മറിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലെ പിഴവ് മാത്രമാണെന്ന് രാജുവിന് ആദ്യമായി തോന്നിത്തുടങ്ങി. ആ മീറ്റിംഗിന് ശേഷം ആ പുതിയ സിസ്റ്റത്തിന് ഒരവസരം നൽകാൻ രാജു തീരുമാനിച്ചു. അവനോട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സൂപ്പർവൈസർ ആവശ്യപ്പെട്ടില്ല. ഒരൊറ്റ ചെറിയ കാര്യം മാത്രം എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നോക്കൂ, ആ ഒരൊറ്റ ശീലം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചതെന്ന്. എല്ലാ ദിവസവും രാവിലെ കൃത്യം 9:55 തന്റെ റൂട്ടിലെ ആദ്യത്തെ കടയുടെ മുന്നിൽ നിന്ന് DMSൽ പഞ്ചിൻ ചെയ്യുക. അതായിരുന്നു ആദ്യത്തെ ടാസ്ക്. ആ ഒരൊറ്റ പ്രവൃത്തി ഒരു പോസിറ്റീവ് തരംഗം തന്നെ സൃഷ്ടിച്ചു. അവൻ മാർക്കറ്റിൽ ആദ്യമെത്തുന്ന സെയിൽസ്മാനായി. അവനെ കണ്ടപ്പോ കടക്കാർക്ക് അത്ഭുതമായി. സ്ഥിരമായി കണ്ടു തുടങ്ങിയപ്പോൾ അവരവനെ വിശ്വസിക്കാൻ തുടങ്ങി. ആദ്യമായി ദിവസത്തിലെ ഏറ്റവും നല്ല സമയം അവനു മുതലെടുക്കാൻ കഴിഞ്ഞു. അടുത്ത പടി നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു. ഓരോ കടയിൽ നിന്നും ഓർഡർ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ DMSൽ ലൈവ് പഞ്ചിങ് ചെയ്യാൻ തുടങ്ങി. അതോടെ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കമ്പനിക്ക് കൃത്യമായി കാണാൻ പറ്റി. വ്യാജ സന്ദർശനങ്ങൾ എന്ന സംശയം അതോടെ ഇല്ലാതായി. ഓർഡറുകൾ അപ്പോൾ കൊടുത്തതോടെ ഡെലിവറികൾ കൃത്യസമയത്തായി. കടക്കാർ ഹാപ്പിയായി. അങ്ങനെ അവൻ കമ്പനിക്കും കടക്കാർക്കും ഒരുപോലെ വിശ്വസ്തനായ ഒരു പങ്കാളിയായി പതിയെ മാറുകയായിരുന്നു. അപ്പോ പതുക്കെ രാജുവൻ ഒരു കാര്യം മനസ്സിലായി. ഈ DMS എന്നത് പഞ്ച് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, അത് ശരിക്കും ഉപയോഗിച്ചാൽ അതൊരു വജ്രായുധമാണ്. ഇവിടെയാണ് റേഞ്ച് സെല്ലിംഗ് എന്ന ആശയം വരുന്നത്. അതായത് സംഭവം സിമ്പിളാണ്. ഒരു കടയിൽ ചെന്ന് സ്ഥിരം വിൽക്കുന്ന 2 സാധനങ്ങൾക്ക് ഓർഡർ എടുത്തു പോരുന്നതിന് പകരം നമ്മുടെ കമ്പനിയുടെ കൂടുതൽ സാധനങ്ങൾ ആ കടയിൽ എങ്ങനെ വിൽക്കാം എന്ന് നോക്കുക. ഈ തന്ത്രം വിജയിപ്പിക്കാനുള്ള താക്കോല് DMS ഡേറ്റയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഫലം അവിശ്വസനീയമായിരുന്നു. DMS ഡേറ്റ നോക്കി ഓരോ കടയിലും ഏതൊക്കെ സാധനങ്ങളാണ് ഇല്ലാത്തതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ഒരു കടക്കാരനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി: ചേട്ടാ, നിങ്ങളുടെ കടയിൽ നമ്മുടെ സാധാരണ ചിപ്സ് നന്നായി പോകുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത ഏരിയയിൽ നമ്മുടെ പുതിയ ക്രീം ആൻഡ് ഓണിയൻ ഫ്ലേവറാണ് സ്റ്റാർ. നമുക്കൊരു 10 പാക്കറ്റ് വെച്ച് നോക്കിയാലോ? ഇങ്ങനെ ഡേറ്റ വെച്ച് സംസാരിച്ചപ്പോ കടക്കാർ സമ്മതിച്ചു. അവന്റെ റേഞ്ച് സെല്ലിംഗ് ഇരട്ടിയായി. അതായത് അവന്റെ റോള് തന്നെ മാറി. അവൻ വെറുതെ ഓർഡർ എടുക്കാൻ വരുന്ന ഒരാളെന്നതിലുപരി ഡേറ്റ ഉപയോഗിച്ച് ഒരു കടക്കാരന് എങ്ങനെ ബിസിനസ് മെച്ചപ്പെടുത്താം എന്നുപദേശിക്കുന്ന ഒരു ബിസിനസ് പാർട്ട്ണറായി അവൻ മാറി. അപ്പൊ നമുക്ക് നോക്കാം, ഈ അച്ചടക്കവും പുതിയ സിസ്റ്റവും രാജുവിന്റെ കരിയറിലെ യഥാർത്ഥത്തിൽ എന്ത് ഫലമാണുണ്ടാക്കിയതെന്ന്. നമുക്ക് ആ ഫൈനൽ സ്കോർ കാർഡ് എന്ന് നോക്കാം. ഈ സ്കോർ കാർഡെല്ലാം പറയുന്നുണ്ട്. മാസത്തില് 4 ദിവസം ലീവ് എടുത്തിരുന്നവന്റെ ഹാജർ 100%മായി, ബീറ്റ് കവറേജ് 100%മായി, റേഞ്ച് സെല്ലിംഗ് ഇരട്ടിയാക്കി, വിൽപ്പന കൂട്ടി. അതുവരെ അവന് കിട്ടാതിരുന്ന ഇൻസെന്റീവുകൾ അവൻ നേടാൻ തുടങ്ങി. എന്നാൽ ഇതിനെല്ലാം ഉപരി അവൻ വീണ്ടെടുത്ത ഏറ്റവും വലിയ കാര്യം അതായിരുന്നു: നഷ്ടപ്പെട്ടു പോയ വിശ്വാസം. കമ്പനിക്ക് അവനുള്ള വിശ്വാസം, കടക്കാർക്ക് അവനുള്ള വിശ്വാസം, പിന്നെ അവനവന് തന്നോട് തന്നെയുണ്ടായ വിശ്വാസം. രാജുവിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: വലിയ വിജയങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വരുന്ന മാജിക് അല്ല, മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ, ചിട്ടയായ, ശരിയായ കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇനി ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജോലിയിലും ജീവിതത്തിലും ഇപ്പോ ഫലപ്രദമല്ലാത്ത, കാലഹരണപ്പെട്ട ഏത് രീതിയാണ് നമ്മളിപ്പോഴും ഞാൻ പണ്ടേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്നത്? അവസാനമായി എന്റെ ചോദ്യം ഇതാണ്: രാജുവിന് DMS ഒരു മാറ്റത്തിനുള്ള ഉപകരണമായതുപോലെ നിങ്ങളുടെ പ്രകടനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിങ്ങളുടെ വ്യക്തിപരമായ DMS എന്തായിരിക്കും? ഏത് സിസ്റ്റം, ഏതു ശീലം അല്ലെങ്കിൽ ഏത് ഉപകരണം ഉപയോഗിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ കരിയറിലൊരു പുതിയ തുടക്കം കുറിക്കാനാകും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.